ഹായ് എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ പുതിയൊരു വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾ ടൈറ്റിലും തമ്പനയിലും ഒക്കെ കണ്ടതുപോലെ തന്നെ ചിങ്ങം ഒന്നിലെ വിശേഷങ്ങളായിട്ടാണ് വന്നിട്ടുള്ളത്. ഫ്രൈഡേ നൈറ്റ് തന്നെ ഞാൻ ഇതുപോലെ കോലമൊക്കെ വരയ്ക്കുന്ന കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ലാസ്റ്റ് വീഡിയോയിൽ. അങ്ങനെ കളർഫുള്ളായിട്ട് നമ്മുടെ കോലമൊക്കെ ഒന്ന് വരച്ചിട്ടിട്ടുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം രാവിലെ, അതായത് സാറ്റർഡേ രാവിലെ ആയിട്ടുണ്ട്. ഇന്നാണ് നമ്മുടെ കൊല്ലവർഷ ആരംഭം. കൊല്ലവർഷം 1200 ആണ്ടിന്റെ ആരംഭമാണ്. അപ്പൊ ചിങ്ങമാസത്തിലാണ് നമ്മുടെ മലയാള വർഷം തുടങ്ങുന്നത്. നിങ്ങൾക്ക് അറിയാലോ, മലയാളം കലണ്ടറിൽ ചിങ്ങമാസമാണ് നമ്മുടെ വർഷാരംഭം. അപ്പൊ 1199 ആണ്ട് പൂർത്തിയായി 1200 വർഷം ആരംഭിക്കുകയാണ്. അപ്പോൾ ആ ഒരു പ്രത്യേകത കൂടിയുണ്ട്. നമ്മൾ പുതുവർഷത്തിലേക്ക് കടക്കുകയാണ്. നമ്മൾ മലയാളികൾക്ക് ഏറ്റവും പ്രിയപ്പെട്ടതാണ് ഈ ചിങ്ങമാസം എന്ന് പറയുന്നത്. മലയാള മാസം വർഷാരംഭമാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ ശുഭകരമായിട്ട് തുടങ്ങേണ്ട ഒരു ദിവസം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ ദിവസം നന്നായിട്ട് തുടങ്ങുവാണെങ്കിൽ തന്നെ ആ വർഷം മുഴുവനും നന്നായിരിക്കും എന്നൊക്കെയാണ് പറയുന്നത്. കർക്കിടകത്തിലെ ദുഃഖവും ദുരിതവും മഴയും കാലാവസ്ഥയിലെ വ്യതിയാനങ്ങളും എല്ലാം മാറിയിട്ട് നമ്മൾ പുതിയൊരു പുത്തൻ പ്രതീക്ഷയിലേക്ക് കടക്കുകയാണല്ലേ. ചിങ്ങം എന്ന് പറയുമ്പോൾ ചിങ്ങമാസത്തിലെ 1-ാം തീയതി വളരെ ശ്രേഷ്ഠമാണ്. പ്രത്യേകിച്ച് കർഷകർക്കാണ് ഇത് ഏറ്റവും കൂടുതൽ പ്രതീക്ഷകൾ നൽകുന്നത്. കർഷകർക്ക് പുതിയ വിളവെടുപ്പിൻ്റെയൊക്കെ കാലമാണ്, പിന്നെ ഓണക്കാലമാണ്. അങ്ങനെ കുറേയധികം പ്രത്യേകതകളുള്ളതാണ് നമ്മുടെ ചിങ്ങമാസം എന്ന് പറയുന്നത്. ഏതൊരു മലയാളിയും ഏത് നാട്ടിൽ പോയാലും ഈ ഒരു ചിങ്ങമാസം എന്ന് പറയുന്നത് വളരെയധികം പ്രത്യേകതയോടുകൂടി തന്നെയായിരിക്കും കാണുന്നത്. എനിക്ക് തോന്നുന്നത് നമ്മുടെ നാടിനെ സ്നേഹിക്കുന്ന ഏതൊരു വ്യക്തിയും മറുനാട്ടിലാണെങ്കിൽ പോലും നമ്മളിതൊക്കെ ഓർമ്മിച്ചിരുന്ന് ചെയ്യുന്ന കാര്യങ്ങളൊക്കെയാണെന്നാണ് എനിക്ക് തോന്നുന്നത് എപ്പോഴും. അപ്പോൾ രാവിലെ എഴുന്നേറ്റിട്ട് ഞാൻ വിളക്കൊക്കെ ഒന്ന് കൊളുത്തി പൂക്കളൊക്കെ വെച്ചിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു. അപ്പോൾ ഇതിൻ്റെ ഒരു ഐശ്വര്യം വേറൊന്ന് തന്നെയാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ പുതുവർഷത്തെ വരവേൽക്കാൻ വേണ്ടി നമ്മൾ വീടൊക്കെ തലേ ദിവസം ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എല്ലാ കാര്യങ്ങളും ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ. അപ്പോൾ രാവിലെ 6 മണിക്കാണ് ഞാൻ എഴുന്നേൽക്കുന്നതെന്നും ഇന്നും 6 മണിക്ക് തന്നെയാണ് എഴുന്നേറ്റത്. രാവിലെ തന്നെ എഴുന്നേറ്റിട്ട് സൂര്യോദയമൊക്കെ കണ്ടു. അതിനുശേഷം തലേ ദിവസം തന്നെ വീടൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. അതുകൊണ്ട് തന്നെ ഞാൻ രാവിലെ എഴുന്നേറ്റ് കുളിച്ച് വിളക്കൊക്കെ വെച്ചിട്ടുണ്ട്. നമ്മുടെ ഉരുളിയിൽ പൂക്കളൊക്കെ വെച്ചു. ഈ ഒരു വർഷം മുഴുവനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. ആർക്കും ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ ഈ ഒരു വർഷം അല്ലെങ്കിൽ ഇനിയുള്ള വർഷം മുഴുവനും എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ. അങ്ങനെ ഞാൻ വിളക്കൊക്കെ വെച്ചതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. തലേ ദിവസം ഞാൻ പറഞ്ഞല്ലോ റെഡ് റൈസിൻ്റെ ഇഡ്ഡലി മാവ് ഞാൻ അരച്ചു വെച്ചു എന്ന്. ഇപ്പോൾ രാവിലെ ആയപ്പോഴത്തേന് നല്ല അടിപൊളിയായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് മാവൊക്കെ. 2 പാത്രത്തിലായിട്ട് ഞാൻ ഇന്നലെ തന്നെ പകർന്നു വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഉപ്പൊന്നും ഇട്ടിട്ടില്ലായിരുന്നു. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് മാവ് പുളിച്ചതിന് ശേഷമാണ് ഉപ്പൊക്കെ ഇട്ടിട്ട് ഞാൻ ഇഡ്ഡലിക്കാണ് വെച്ചിട്ടുള്ളത്. ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഇഡ്ഡലിയാണ് ഉണ്ടാക്കുന്നത്. ഇഡ്ഡലി ആകുമ്പോഴത്തേനും പെട്ടെന്ന് പണി കഴിയുകയും ചെയ്യും, നമുക്കൊന്ന് ഈസി ആയിരിക്കും. അങ്ങനെ ഇഡ്ഡലി മാവൊക്കെ വെച്ചിട്ടുണ്ട്, ഇഡ്ഡലി തട്ടിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ അതിനിടയിൽ തന്നെ ഞാൻ കട്ടനൊക്കെ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ ഹസ്ബൻഡും മോളും ഒന്നും എഴുന്നേറ്റിട്ടില്ല കേട്ടോ. ഞാൻ അവരെ രാവിലെ വിളിച്ചുണർത്തിയില്ല. അവരെഴുന്നേറ്റ് വരുവാണെങ്കിൽ എനിക്ക് ഈ പണികളൊന്നും പെട്ടെന്ന് ചെയ്തു തീർക്കാനും പറ്റില്ല. 6 മണിക്കൊന്നും ആമിയും ഹസ്ബൻഡും ഒന്നും എഴുന്നേൽക്കാറില്ല. 7-7:30 ആകുമ്പോഴാണ് അവർ എഴുന്നേൽക്കുന്നത്. അതിനിടയിൽ തന്നെ കുറേ കാര്യങ്ങൾ ചെയ്ത് വെക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഇന്ന് ചെറുതായിട്ടൊരു സദ്യ പോലെ ചെയ്യുന്നുണ്ട്. സദ്യ എന്നൊന്നും പറയാൻ പറ്റില്ല, കുറച്ച് കറികളാണ് വെക്കുന്നത്. എന്നാലും നമ്മളുടെ അടുത്ത് ഉള്ളത് കൊണ്ട് വെക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞതിന് ശേഷം എല്ലാ വർഷവും ചിങ്ങമാസത്തിൽ ഇതുപോലെ ഞങ്ങളൊരു ചെറിയൊരു സദ്യയൊക്കെ ഒരുക്കാറുണ്ട്. പിന്നെ മെയിനായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത് ക്ഷേത്രത്തിൽ പോവും. സാധാരണ എപ്പോഴും രാവിലെയാണ് പോകാറുള്ളത്. ഇന്നിപ്പോൾ ഞങ്ങൾ വൈകുന്നേരമാണ് പോകാനായിട്ട് തീരുമാനിച്ചത് കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഹസ്ബൻഡ് തലേ ദിവസം നൈറ്റ് ഷിഫ്റ്റൊക്കെ കഴിഞ്ഞിട്ട് രാവിലെയാണ് വീട്ടിലെത്തിയിട്ടുള്ളത്. അപ്പോൾ ക്ഷീണം കൊണ്ട് ഉറങ്ങുവാണ്. അപ്പോൾ രാവിലെ ഞാൻ ക്ഷേത്രത്തിൽ പോയാലും എൻ്റെ പണികളും പെട്ടെന്ന് നടക്കില്ല കേട്ടോ. എല്ലാം ഞാൻ ഒറ്റയ്ക്കാണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് എന്തായാലും വൈകുന്നേരം പോകാമെന്ന് ഓർത്തു. പിന്നെ മാത്രമല്ല ആമിക്കുന്ന ലീവും കൂടിയാണ്. അതുകൊണ്ട് തന്നെ അവളും ഒന്ന് ഉറങ്ങട്ടെ എന്ന് വിചാരിച്ചു. കയ്യോടെ തന്നെ ഞാൻ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തെടുത്തു. പിന്നെ ഇതിനിടയിൽ സാമ്പാർ പരിപ്പ് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. റെസിപ്പീസ് ഒന്നും ഞാൻ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പറയുന്നില്ല. എല്ലാവർക്കും അറിയാവുന്നതാണല്ലോ സദ്യയൊക്കെ ഉണ്ടാക്കുന്നത്. അല്ലെങ്കിൽ തന്നെ അത്രയും പെർഫെക്റ്റ് ആയിട്ടുള്ള സദ്യ കാര്യങ്ങളൊന്നും അല്ല ഞാൻ ചെയ്യുന്നത്. 2-3 കറികൾ എക്സ്ട്രാ വെക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ കേട്ടോ.
അതുകൊണ്ടാണ് കൂടുതലായിട്ടൊന്നും വിശദീകരിച്ച് പറയാത്തത്. പിന്നെ ടൈം മാനേജ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കുക്കിംഗ് ഒക്കെ ഈസി ആയിട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലുള്ള ദിവസങ്ങളിൽ ഒന്നെങ്കിൽ തലേ ദിവസം നിങ്ങൾ വെജിറ്റബിൾസ് ഒക്കെ കട്ട് ചെയ്ത് വെക്കുക. ഒട്ടുമിക്ക പേരും അങ്ങനെ തന്നെ ആയിരിക്കും ചെയ്യുന്നത്. ഇതിപ്പോൾ ഞാൻ ആമിക്ക് രാവിലെ സ്കൂളില്ലാത്തത് കൊണ്ടാണ് ഞാൻ എന്തായാലും രാവിലെ എഴുന്നേറ്റിട്ട് എല്ലാം ചെയ്യാമെന്ന് ഓർത്തത്. അപ്പോൾ എനിക്ക് എന്തായാലും നല്ല സ്പീഡിന് കുക്കിംഗ് ചെയ്യാനും പറ്റും കേട്ടോ. ഞാനിങ്ങനെ ചെയ്ത് ശീലിച്ചത് കൊണ്ടാവണം എനിക്ക് അത്യാവശ്യം സ്പീഡോട് കൂടി തന്നെ ചെയ്യാനായിട്ട് പറ്റും. ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നതിന് മുന്നേ തന്നെ ഏകദേശം കറികൾ വെക്കണമെന്നാണ് എൻ്റെ ഒരു ടാർഗറ്റ്. അപ്പോൾ ഈ ഒരു ടൈമിൽ ഞാൻ ഫോൺ യൂസ് ചെയ്യില്ല. അതുപോലെ തന്നെ ടി വിയിൽ ഞാൻ ന്യൂസ് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ ഒരേ സമയം 2-3 ജോലികൾ ചെയ്യുന്ന രീതിയിലാണ് കാര്യങ്ങൾ ഞാൻ ചെയ്യുന്നത്. ഞാൻ സാമ്പാറിന് വെജിറ്റബിൾസ് കട്ട് ചെയ്തപ്പോൾ തന്നെ ചായ കുടിച്ചിട്ടുണ്ടായിരുന്നു, കട്ടൻ കുടിച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ 3 അടുപ്പുണ്ടല്ലോ നമ്മളുടെ അടുത്ത്, അതുകൊണ്ട് തന്നെ ഓരോ അടുപ്പിലും ഓരോരോ കാര്യങ്ങളായിട്ട് വെച്ചിട്ടുണ്ട്. അവിയലിന് വെച്ചിട്ടുണ്ടായിരുന്നു, അതുപോലെ തന്നെ പരിപ്പ് വെച്ചിട്ടുണ്ടായിരുന്നു. പരിപ്പ് കറി വെക്കാൻ വേണ്ടിയിട്ടുള്ള പരിപ്പ് റോസ്റ്റ് ചെയ്തിട്ട് ഒന്ന് കഴുകിയതിന് ശേഷം ചട്ടിയിലേക്ക് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെച്ചു. പിന്നെ ഇതിനിടയിൽ തന്നെ നമ്മുടെ സാമ്പാറിന് വേണ്ടിയിട്ടുള്ള വെജിറ്റബിൾസും പരിപ്പും ഒക്കെ വേവിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ ഒരു സൈഡിൽ നടക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞല്ലോ റെസിപ്പീസ് കൂടുതലായിട്ട് കാണിക്കാത്തത് എല്ലാവർക്കും അറിയാവുന്നത് കൊണ്ടാണ്. സാമ്പാർ ഞാൻ എപ്പോഴും മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ഇതുപോലെ കുറച്ച് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്തിട്ടാണ് ചേർക്കുന്നത്. പിന്നെ കായപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു പൊടികൾ മിക്സ് ചെയ്തപ്പോൾ. ഒന്ന് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊന്ന് ലൂസാക്കി ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും. എനിക്ക് തോന്നുന്നത് നമ്മൾ സാമ്പാർ പൊടി യൂസ് ചെയ്യുന്നേക്കാളും ടേസ്റ്റാണ്. പിന്നെ പുളിയും കൂടി ഇതിന് വേണ്ടിയിട്ട് ആവശ്യത്തിന് ഒഴിച്ച് എടുത്തിട്ടുണ്ട്. പുളിയൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് പാകത്തിന്. അപ്പോൾ ഒരേ സമയം നമ്മൾ ഒരുപാട് കറികൾ വെക്കുമ്പോൾ കൺഫ്യൂഷനായി പോകരുത്. അതുകൊണ്ടാണ് ഞാൻ ഫോൺ യൂസ് ചെയ്യാത്തതിൻ്റെ മെയിനായിട്ടുള്ളൊരു കാരണം കേട്ടോ. കാരണം കോൺസെൻട്രേഷൻ തെറ്റി പോവുകയാണെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മസാലയൊക്കെ മാറിപ്പോവും. പിന്നെ സാധാരണ ഞാൻ ഓണത്തിനൊക്കെ ആണെന്നുണ്ടെങ്കിൽ, ഓണം വിഷുവിനൊക്കെ ആണെങ്കിൽ തലേ ദിവസം തന്നെ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കാറുണ്ട്, തേങ്ങയൊക്കെ ചിരകി വെക്കാറുണ്ട്. പക്ഷേ ഇത്തവണ ഞാൻ അതൊന്നും ചെയ്യാത്തതിൻ്റെ കാരണം അതിന് വേണ്ടിയിട്ടുള്ള കറികൾ നമ്മൾ വെക്കുന്നില്ല. മാത്രമല്ല രാവിലെ എഴുന്നേറ്റ് ചെയ്യാനുള്ള ടൈം എനിക്ക് കിട്ടുന്നുണ്ടല്ലോ, അതുകൊണ്ടാണ്. ആമിക്ക് സ്കൂളിലൊന്നും പോകണ്ടല്ലോ. മാത്രമല്ല നമ്മൾ രാവിലെ ക്ഷേത്രത്തിൽ പോകുന്നില്ല, അത് തന്നെയാണ് മെയിൻ റീസൺ. പിന്നെ ഇതിനിടയിൽ തന്നെ ഞാൻ അവിയലിന് വേണ്ടിയിട്ട് അരപ്പൊക്കെ തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പോൾ നാട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുള്ള ആ ഒരു ഉടങ്കല്ലി മുളകില്ലേ, ആ മുളക് വെച്ചിട്ടാണ് ഞാൻ അവിയൽ ചെയ്യുന്നത്. ബാക്കിയെല്ലാം നമ്മുടെ സാധാരണ കടയിൽ നിന്ന് മേടിച്ചിട്ടുള്ള പച്ചമുളകിലാണ് ചെയ്യുന്നത്. ഇത് ചെയ്യാനുള്ളൊരു മെയിൻ കാര്യം എന്ന് പറയുന്നത് തന്നെ ഇതുപോലുള്ള വിശേഷ ദിവസങ്ങൾ വരുമ്പോൾ ഹസ്ബൻഡിൻ്റെ അമ്മയില്ലല്ലോ, അപ്പോൾ ഞാൻ നിങ്ങളോട് മുന്നേ പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ വിശേഷ ദിവസങ്ങളിൽ ഞങ്ങളിങ്ങനെ സദ്യ ഉണ്ടാക്കുമ്പോൾ, ഞാൻ കല്യാണം കഴിഞ്ഞ് വന്നതിന് ശേഷമുള്ള കാര്യമാണ് പറയുന്നത്, കാക്കയ്ക്ക് കൊടുക്കുന്നൊരു കാര്യം നമ്മളിങ്ങനെ ചെയ്യാറുണ്ട്. ടെറസിൻ്റെ മേലെ കൊണ്ടുപോയി ഇലയിട്ട് ചോറ് വെച്ചിട്ട് കാക്കയ്ക്ക് കൊടുക്കും. അത് നമ്മുടെ മരണപ്പെട്ടു പോയ നമ്മുടെ കുടുംബാംഗങ്ങളെ സങ്കല്പിച്ചുകൊണ്ടാണ് അത് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് സദ്യ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ മെയിനായിട്ടും ഇതൊക്കെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളൊക്കെ വരുമ്പോൾ ഒട്ടും തന്നെ മുടക്കാത്തത്. ഇന്ന് നമ്മൾ മട്ട റൈസിലുള്ള ചോറാണ് വെക്കുന്നത്. അപ്പോൾ മട്ട റൈസ് ഞാൻ കഴിഞ്ഞ ഏതോ ഒരു വ്ളോഗിൽ ഇടയ്ക്ക് വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, നമ്മൾ ബൾക്കായിട്ട് എടുത്തിട്ടുണ്ടായിരുന്നെന്ന്. 5 കിലോ റൈസ് മേടിച്ചായിരുന്നു. അപ്പോൾ ഞാൻ എപ്പോഴും മട്ട റൈസ് ഇതുപോലെ കുക്കറിലിട്ടിട്ടാണ് വെക്കുന്നത്. പിന്നെ ഞാൻ കിച്ചണിൽ ഇനി എന്ത് വലിയ ജോലി എന്ന് പറഞ്ഞാലും ക്ലീനിങ് ചെയ്തുകൊണ്ട് മാത്രമാണ് ഞാൻ കുക്കിംഗ് കൂടി ചെയ്യാറുള്ളത്. ഇപ്പോൾ ഏകദേശം പണി കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ കിച്ചൺ ആകെ വൃത്തിയായിട്ട് കിടക്കുമായിരുന്നു കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഓടിപ്പോയിട്ട് പാത്രങ്ങളൊക്കെ കഴുകി കിച്ചണൊക്കെ ഒന്ന് തുടച്ച് വെച്ചതിന് ശേഷമാണ് പിന്നീടുള്ള പണികളൊക്കെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ എനിക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്ന കറികളൊക്കെ പകർന്ന് വേറെ പാത്രങ്ങളിലേക്ക് മാറ്റിയിട്ടുണ്ട്. എന്തൊക്കെയാണ് വെച്ചത് എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് കാണിക്കാം. പിന്നെ ഇതിനിടയിൽ ബീട്രൂട്ട് വേവിക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. ഗ്രേറ്റ് ചെയ്തിട്ടാണ് ഞാൻ ബീട്രൂട്ട് പച്ചടിക്ക് വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അതൊക്കെ ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം തണുപ്പിക്കാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഞാനിപ്പോൾ കലത്തിൽ വെള്ളം വെച്ചേക്കുന്നത് നമ്മുടെ റൈസ് കുക്കറിലിട്ട് വേവിച്ചതിന് ശേഷം ഒന്നും കൂടി ഒന്ന് തിളപ്പിച്ചെടുക്കും. അപ്പോൾ എനിക്ക് ആദ്യമായിട്ട് ഈ മട്ട റൈസ് വെക്കുമ്പോഴത്തേനും ഇതിൻ്റെ പാകം അറിയില്ലായിരുന്നു കേട്ടോ. എൻ്റെ അടുത്ത് ഇപ്പോൾ റൈസ് കുക്കർ ഇല്ല. അപ്പോൾ സാധാരണ കുക്കറിൽ ഞാൻ ചോറ് വെച്ചതിന് ശേഷം പിന്നീട് കലത്തിലിട്ട് വെള്ളം ഒഴിച്ച് തിളപ്പിച്ചെടുക്കുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ അരി ഇങ്ങനെ വെന്ത് പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാനിപ്പോൾ വളരെ ശ്രദ്ധിച്ചാണ് കുക്കറിൽ വയ്ക്കുന്നത്. 2 വിസിലേ കേൾപ്പിക്കുകയുള്ളൂ. അപ്പോഴത്തേക്കും നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ ഇതിനിടയിൽ തന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഹസ്ബൻഡും ആമിയൊക്കെ ഇതിനിടയിൽ എഴുന്നേറ്റ് വന്നു. ഇപ്പോൾ സമയം ഏകദേശം ഒരു 9 മണിയോളം ആയിട്ടുണ്ട്. 9-9:30 ആയി. അപ്പോൾ ആമി ഉറക്കെഴുന്നേറ്റ് വന്നതേ ഉള്ളൂ. പല്ലൊക്കെ തേച്ചിട്ട് വന്നിരിക്കുകയാണ്. അപ്പോൾ ഞാൻ രാവിലെ എഴുന്നേറ്റത് കൊണ്ട് തന്നെ എനിക്ക് നല്ല വിശപ്പായിരുന്നു കേട്ടോ. പിന്നെ ഹസ്ബൻഡ് ഇപ്പോൾ കഴിക്കുന്നില്ല എന്ന് പറഞ്ഞു, കുറച്ച് കഴിഞ്ഞിട്ട് കഴിക്കാമെന്ന് പറഞ്ഞു.
രാവിലെ ഞങ്ങളിങ്ങനെ സാധാരണ എൻ്റെ വീട്ടിലൊക്കെ ആണെങ്കിൽ എല്ലാ മാസവും മലയാള മാസം 1-ാം തീയതി അമ്മ ഇങ്ങനെ ഞങ്ങൾക്ക് കൈനീട്ടം തരും. അതുപോലെ തന്നെ അമ്മയ്ക്കും ഞങ്ങൾ കൊടുക്കാറുണ്ട്. ഞങ്ങൾ അങ്ങനെ എല്ലാ മലയാള മാസവും ചെയ്യാറില്ല, പക്ഷേ ചിങ്ങ 1-ന് എന്തായാലും കൈനീട്ടം കൊടുക്കുന്നൊരു ഇത് നമ്മൾ ചെയ്യും. അപ്പം ഞാനും ഹസ്ബൻഡും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുത്തു, ആമിക്കും കൊടുത്തു. പിന്നെ ആമി കുളിച്ചിട്ടൊക്കെ വരാനായിട്ട് പറഞ്ഞിട്ടൊന്നും കേൾക്കുന്നില്ലായിരുന്നു. പിന്നീട് കുളിച്ചതിന് ശേഷം ഞാൻ അവൾക്ക് പൈസ കൊടുക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ അവൾ പോയി കുളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഇത്രയും തിരക്കിനിടയിൽ ഞാൻ ഇന്ന് രാവിലെ എൻ്റെ ചെടികളൊന്നും നോക്കിയിട്ടില്ലായിരുന്നു. എന്തായാലും ഇവരെയൊക്കെ ഒന്ന് വന്ന് കണ്ടിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ടാ. ഞാനിപ്പോൾ എന്ത് ജോലി ചെയ്യുകയാണെങ്കിലും ഒരു ദിവസത്തിൽ ഒരു 4-5 തവണയെങ്കിലും നമ്മുടെ ബാൽക്കണി ഗാർഡനിൽ വരാതിരിക്കില്ല. എനിക്ക് ഇങ്ങോട്ടേക്ക് ഇറങ്ങിയില്ലെങ്കിൽ ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ കിട്ടിയ സമയത്തിൽ കുറച്ചൊന്ന് റെസ്റ്റും വേണമല്ലോ. നമ്മൾ ഒരേ കണക്കിന് ജോലി മാത്രം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഭയങ്കര ഒരു ബുദ്ധിമുട്ട് തോന്നും. അങ്ങനെ എൻ്റെ ചെടികളെയൊക്കെ നോക്കാനായിട്ട് ഞാനൊന്ന് വന്നതാണ്. അപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ കോലമൊക്കെ ഇങ്ങനെ നല്ലതായിട്ട് തന്നെ കിടപ്പുണ്ട്. പ്രത്യേകിച്ച് ആമിയോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുള്ളതാണ്, കോലം വരച്ചിടുമ്പോൾ ചവിട്ടി മെതിച്ച് പോകരുതെന്ന്. എന്നെക്കാളും ശ്രദ്ധ കൂടുതൽ അവൾക്കാണ് കേട്ടോ. അവൾക്കും ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നതൊക്കെ. അങ്ങനെ ആമി കുളിയൊക്കെ കഴിഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അങ്ങനെ അവൾക്ക് ഞാൻ കൈനീട്ടമൊക്കെ കൊടുത്തു. അപ്പോൾ ഞാൻ അവളോട് പറയുകയുണ്ടായി ചിങ്ങമാസത്തിൻ്റെ പ്രത്യേകതകളും ഓണം എന്താണെന്നും എല്ലാം പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ആമിക്കും അറിയാം, കാരണം കുഞ്ഞിലേ തൊട്ടേ അവൾ ജനിച്ച നാൾ തൊട്ടേ ഞാൻ ഇതൊക്കെ ചെയ്യുന്നുണ്ട്. അവൾക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ട് എന്താണ് ചെയ്യുന്നത് എന്നൊക്കെ. അപ്പോൾ ഞാനിങ്ങനെ പൈസ കൊടുത്തിട്ട് പറഞ്ഞത് ആ പൈസ സൂക്ഷിച്ച് വെച്ചേക്കണം, മാമി വലിയ കുട്ടിയാകുമ്പോൾ എല്ലാം ചേർത്ത് വെച്ചേക്കണം എന്നൊക്കെയാണ് ഞാൻ പറഞ്ഞു കൊടുത്തത് അവളോട്. അങ്ങനെ അത് കൊണ്ടുപോയി അവളുടെ ബോക്സിനകത്തേക്ക് ഇട്ട് വെച്ചിട്ടുണ്ട്. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഞാൻ അവൾക്ക് കൈനീട്ടം കൊടുത്തത് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നേരെ ഞാൻ കിച്ചണിലേക്ക് വന്നു. കിച്ചണിലേക്ക് വന്നിട്ട് ഇപ്പോൾ ചെയ്ത് വെച്ചേക്കുന്ന കാര്യങ്ങളെന്ന് പറയുന്നത് വെള്ളരിക്ക കൊണ്ടൊരു സലാഡ് പോലെയും പിന്നെ ബീട്രൂട്ട് കൊണ്ട് പച്ചടി, സാമ്പാർ വെച്ചിട്ടുണ്ടായിരുന്നു, ക്യാബേജ് തോരൻ, അവിയൽ, ഇത്രയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഇതിനിടയിൽ ചോറൊക്കെ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ചോറൊക്കെ എടുത്തു. അതിൽ ഹസ്ബൻഡ് പോയിട്ട് കടയിൽ നിന്ന് ഇലയും ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. അപ്പം ഞാൻ പായസം ഉണ്ടാക്കണോ വേണ്ടതെന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. എന്തായാലും ഇത്രയും ചെയ്തതല്ലേ, അപ്പോൾ എന്തായാലും ഒരു പായസം കൂടി വെക്കാമെന്ന്. അങ്ങനെ പിന്നെ സേമിയ പായസത്തിന് കഴിക്കാൻ വേണ്ടിയിട്ട് പോളി മേടിച്ചുകൊണ്ട് വന്നിട്ട്. ബോളി ഉണ്ടെങ്കിലാണ് സേമിയ പായസം കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റ് ഉള്ളത്. നമ്മുടെ ട്രിവാൻഡ്രത്തിലൊക്കെ ഇത് സ്പെഷ്യലാണ്. ട്രിവാൻഡ്രത്തിലുള്ളവർക്കൊക്കെ ഇത് അറിയാമായിരിക്കും. ഞാനിപ്പോൾ ഒന്നിൻ്റെയും ഡീറ്റെയിൽഡ് ആയിട്ടുള്ള റെസിപ്പി ഷെയർ ചെയ്യുന്നില്ല. ഞാനിപ്പോൾ കൂടുതലായിട്ടും ബ്രൗൺ ഷുഗർ ആണ് യൂസ് ചെയ്യുന്നത് വീട്ടിൽ. അതുകൊണ്ട് തന്നെ വൈറ്റ് ഷുഗറിനേക്കാളും ബ്രൗൺ ഷുഗർ ആണ് എപ്പോഴും സ്റ്റോക്ക് ചെയ്ത് വെച്ചേക്കുന്നത്. ഞാനിന്ന് എന്തായാലും സേമിയ പായസത്തിലും ബ്രൗൺ ഷുഗർ ഇടുന്നുണ്ട്. ഇതിന് പകരം വേണമെന്നുണ്ടെങ്കിൽ ശർക്കര പാനി കാച്ചിയത് ഒഴിക്കാം, ഇല്ലാന്നുണ്ടെങ്കിൽ വൈറ്റ് ഷുഗർ ഇടാം. എന്താണെങ്കിലും നമ്മളുടെ ഇഷ്ടത്തിന് ചേർക്കാം. പിന്നെ ബ്രൗൺ ഷുഗറിൻ്റെ ടേസ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല കേട്ടോ. അതും മായമാണ് എന്നൊക്കെയാണ് പറയുന്നത്, നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. വൈറ്റ് ഷുഗറിനെ പോലെ തന്നെയാണ് ബ്രൗൺ ഷുഗറും എന്നൊക്കെയാണ് പറഞ്ഞു കേട്ടത്. എന്തായാലും ഞാനിപ്പോൾ ബ്രൗൺ ഷുഗർ തന്നെയാണ് മേടിക്കുന്നത് കേട്ടോ. അങ്ങനെ സേമിയ പായസമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ ഇവിടെ ഹസ്ബൻഡിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് മധുര പലഹാരങ്ങളും പായസമൊക്കെ. അമ്മയും ഇവിടെ ഇവരൊക്കെ ചെറുതായിരുന്ന സമയത്തൊക്കെ ഇതുപോലുള്ള ആഘോഷങ്ങൾ വരുമ്പോൾ ആഘോഷിക്കാനും അതുപോലെ കുക്കിംഗ് ഒക്കെ ചെയ്യാനായിട്ട് ഭയങ്കര എക്സ്പേർട്ടാണ് എന്നാണ് ഞാൻ പറഞ്ഞു കേട്ടിട്ടുള്ളത്. അപ്പോൾ ഞാനിതൊക്കെ ചെയ്യുന്ന കാണുമ്പോൾ ഹസ്ബൻഡ് എപ്പോഴും പറയും അമ്മയെ ഓർമ്മ വരുമെന്ന്. അപ്പോൾ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ് മെയിനായിട്ട് നമ്മൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്തത്. അങ്ങനെ നമ്മുടെ ചെറിയൊരു കുട്ടി സദ്യ റെഡി ആയിട്ടുണ്ട്. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഞാൻ പിന്നീട് ചെയ്ത കാര്യങ്ങളെന്ന് പറയുന്നത് പപ്പടം വറുത്തിട്ടുണ്ടായിരുന്നു, പിന്നെ സാമ്പാർ, അവിയൽ, തോരൻ, ഇതൊക്കെ തന്നെയാണ് വെച്ചിട്ടുള്ളത്. ഇപ്പോൾ 12 മണിയായപ്പോൾ തന്നെ എൻ്റെ പണികളെല്ലാം കഴിഞ്ഞു കേട്ടോ. ഞാൻ കിച്ചണെല്ലാം ക്ലീൻ ചെയ്ത് കിച്ചണിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് വന്ന് നോക്കിയപ്പോഴത്തേനെ ഉണ്ട് നല്ല അടിപൊളി മഴ പെയ്യുന്നുണ്ട്. അപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം തോന്നി, കാരണം നല്ലൊരു ദിവസമല്ലേ. അപ്പോൾ ഇന്ന് ചെറിയൊരു മഴ പെയ്യട്ടെ, പെയ്തത് നല്ലത് തന്നെയാണെന്ന് തന്നെയാണ് ഞാൻ ആഗ്രഹിച്ചത്. കാരണം കിച്ചണിൽ നിന്നപ്പോൾ ഭയങ്കര ചൂടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ഓർത്തു ഒരു മഴയൊന്ന് പെയ്തിരുന്നെങ്കിലെന്ന് മനസ്സിലിങ്ങനെ വിചാരിച്ചിട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴത്തേനും ഉണ്ട് ഒരു പെട്ടെന്നൊരു മഴ വന്നായിരുന്നു. അങ്ങനെ മഴയൊക്കെ കുറച്ച് നേരം ഒന്ന് നോക്കി നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രത്തിൽ ഉത്സവം കൂടി നടക്കുകയാണ്. ആടിമാസം ലാസ്റ്റ് ഡേയ്സിൽ തുടങ്ങിയ ഉത്സവമാണ്. അപ്പോൾ ഇന്നത്തോടു കൂടി ഉത്സവം തീരുകയും ചെയ്യും. അപ്പോൾ വൈകുന്നേരം ഞങ്ങൾ അതുവഴിയാണ് പോകുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. പിന്നെ നമ്മുടെ വീണ്ടും ബാൽക്കണിയിലൊക്കെ വന്ന് നിന്നിട്ട് ഒന്ന് കുറച്ച് നേരം ചെടികളെയൊക്കെ ഒന്ന് നോക്കി നിൽക്കുന്നുണ്ട്. എത്രത്തോളം നമ്മുടെ
നമ്മുടെ ചെടികളുടെ അടുത്ത് വന്ന് നിന്നാലും എനിക്ക് ഒട്ടും തന്നെ മതി വരില്ല കേട്ടോ. കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെ നിൽക്കുമ്പോൾ കിട്ടുന്നൊരു സന്തോഷവും സുഖവും എന്ന് പറയുന്നത് അത് വേറൊന്ന് തന്നെയാണ്. പ്രത്യേകിച്ച് പ്രകൃതിയോട് ഇണങ്ങി നിന്ന് ജീവിക്കാനാണ് എനിക്ക് പേഴ്സണലി ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ചെടികളെയും മരങ്ങളെയും അതുപോലെ മഴയൊക്കെ സ്നേഹിക്കുന്ന ഒരാളാണ്. പിന്നെ ഇന്നത്തെ ദിവസം നല്ല രീതിയിൽ തന്നെ തുടങ്ങണമെന്നും നല്ല രീതിയിൽ അവസാനിക്കണമെന്നും എനിക്ക് ഭയങ്കര ഒരു ആഗ്രഹമായിരുന്നു. സാധാരണ അങ്ങനെ ആഗ്രഹിച്ചാൽ നടക്കുന്നതൊന്നും അല്ല. പക്ഷേ എന്തോ ദൈവം സഹായിച്ച് ഇന്നത്തെ ദിവസം വേറെ പ്രത്യേകിച്ച് വിഷമങ്ങളോ പ്രശ്നങ്ങളോ ഒന്നും ഇല്ലായിരുന്നു. അങ്ങനെ നല്ലൊരു ദിവസമായിട്ടാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്തത്. ഈ ഒരു അവസരത്തിലും ഞാൻ നമ്മുടെ നഷ്ടപ്പെട്ടു പോയ നമ്മുടെ വയനാട്ടിലെ സഹോദരങ്ങളൊക്കെ ആലോചിക്കുകയാണ്. കാരണം നമ്മളൊക്കെ എത്ര കാലം ജീവിക്കുമെന്നൊന്നും നമുക്കറിയില്ലല്ലേ. അപ്പോൾ നമുക്ക് കിട്ടുന്ന ദിവസങ്ങൾ ഓരോന്നും നമ്മൾ മാക്സിമം സന്തോഷിക്കുക എന്നുള്ളത് തന്നെയാണ് എൻ്റെ ഒരു ആഗ്രഹം. കാരണം നമ്മുടെയൊക്കെ ജീവന് ഒരു ഗ്യാരണ്ടി ഇല്ലാതെയാണ് അങ്ങനെ ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നതല്ലേ. അത് കഴിഞ്ഞിട്ട് നേരെ വന്നിട്ട് ഞാൻ പായസമൊക്കെ ഒന്ന് ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് വീഡിയോയും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഒന്ന് എടുത്തതാണ്. ഞാൻ പറഞ്ഞല്ലോ കാക്കയ്ക്ക് ഇങ്ങനെ വെക്കുന്ന ഒരു സംഭവം. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു ഇല മാറ്റി വെച്ചേക്കും, ഒരു തുമ്പല മാറ്റി വെച്ചേക്കും. അതിലാണ് ചോറൊക്കെ വിളമ്പി ഇങ്ങനെ കൊണ്ടുപോയി ടെറസിൻ്റെ മേലെയാണ് ഞങ്ങൾ കൊണ്ടുപോയി വെച്ച് കൊടുക്കുന്നത്. ഞാനാണിങ്ങനെ വിളമ്പുന്നത്. എന്നിട്ട് ഹസ്ബൻഡാണ് കൊണ്ടുപോയി വെച്ചിട്ട് ഇങ്ങനെ കൈ നനച്ചിട്ട് കൈ കൊട്ടും. അപ്പോഴത്തേക്ക് കാക്ക എവിടെന്നെങ്കിലും വന്ന് കഴിക്കും. ഇത് നമ്മൾ മരണപ്പെട്ടു പോയ നമ്മുടെ മുതിർന്നവരെ സങ്കല്പിച്ച് ചെയ്യുന്നതാണ്. ചിലരാണെങ്കിൽ വീടിനുള്ളിൽ ഇതുപോലെ വിളക്കൊക്കെ കൊളുത്തിയിട്ട് അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പോൾ എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ ചെയ്ത് കണ്ടുവന്നതാണ് ഞാൻ ഫോളോ ചെയ്യുന്നത്. എൻ്റെ വീട്ടിൽ അമ്മയുടെ അമ്മയ്ക്കും അമ്മയുടെ അച്ഛനും ഒക്കെ ഇതുപോലെ ഇങ്ങനെയുള്ള വിശേഷ ദിവസങ്ങളിൽ ഇങ്ങനെ പുറത്ത് ഇലയിട്ട് കാക്കയ്ക്ക് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഇതിന് പുറകിലുള്ള മറ്റൊരു വശം എന്ന് പറയുന്നത് പക്ഷിമൃഗാദികൾക്കും കൂടി നമ്മൾ എന്തെങ്കിലും കൊടുക്കണം എന്നുള്ളൊരു കോൺസെപ്റ്റും കൂടിയാണ് കേട്ടോ. പിന്നെ പിതൃക്കളെ മനസ്സിൽ വിചാരിക്കുന്നുണ്ടെങ്കിലും അത് കാക്ക പോലുള്ള പക്ഷികൾക്ക് അത് നമ്മൾ ഒരു നേരത്തെ ആഹാരം കൊടുക്കുന്നതും നല്ലത് തന്നെയാണ്. അങ്ങനെ ഇലയൊക്കെ ഇട്ട് വിളമ്പി ഞങ്ങൾ കഴിക്കാനായിട്ട് ഇരുന്നിട്ടുണ്ട്. അപ്പോൾ 2 പേർക്കാണ് ഈ ചെറിയ ടീപ്പോയിൽ ഇരിക്കാൻ പറ്റുന്നത്. ഹസ്ബൻഡും ആമിയും ഇങ്ങോട്ടേക്ക് ഇരുന്നു, ഞാൻ മറ്റേ നമ്മുടെ ഡൈനിങ് ടേബിളിലേക്ക് ഇരുന്നു കേട്ടോ. അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും ഉണ്ട് നമ്മുടെ വീട്ടിൻ്റെ കിച്ചണിൻ്റെ പുറകു വശത്തായിട്ട് ഇങ്ങനെ പശുക്കൾ വന്ന് നിൽപ്പുണ്ടായിരുന്നു. അങ്ങനെ പിന്നെ അവർക്കും കൊടുത്തു. നമ്മൾ കഴിച്ച ഭക്ഷണം തന്നെ ഒരു ഇലയിട്ടിട്ട് പശുക്കൾക്കും കൂടി കൊടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ വേസ്റ്റ് വന്നിട്ടുള്ള ഇലയും കാര്യങ്ങളും ഒക്കെ പശുക്കൾക്കാണ് ഞങ്ങൾ കൊടുക്കുന്നത്. എല്ലാ പ്രാവശ്യവും അങ്ങനെ തന്നെയാണ് ചെയ്യുന്നത്. അത് കഴിഞ്ഞിട്ട് വൈകുന്നേരം ആയപ്പോഴത്തേനും ഞാനൊന്ന് വിളക്കൊക്കെ ഒന്ന് കൊളുത്തിയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വെച്ചിട്ടുള്ള പൂക്കളൊക്കെ എടുത്ത് മാറ്റിയായിരുന്നു കേട്ടോ. ഉരുളിയിലിരിക്കുന്ന പൂക്കൾക്ക് പ്രശ്നമൊന്നും ഇല്ലാത്തതുകൊണ്ട് അത് മാറ്റിയില്ല. വിളക്കിൻ്റെ മുന്നിലിരിക്കുന്ന ഒരു പൂക്കളൊക്കെ എടുത്ത് മാറ്റി. ഇനി ഞങ്ങൾ വൈകുന്നേരം ഒന്ന് ക്ഷേത്രത്തിൽ പോകാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ ആകെ ടയേർഡായിരിക്കുകയാണ്. ഇത്രയും ജോലിയൊക്കെ ചെയ്തതിൻ്റെ ക്ഷീണമാണെന്ന് തോന്നുന്നു കേട്ടോ. ഞാനൊന്ന് കിടന്ന് ഉറങ്ങിയായിരുന്നു ഉച്ചയ്ക്ക് ശേഷം. സദ്യയൊക്കെ കഴിച്ചതിൻ്റെ ഒരു ക്ഷീണവും പിന്നെ കുറേ നേരം നിന്നിട്ടുള്ള ജോലിയൊക്കെ ചെയ്തപ്പോൾ ചെറിയൊരു ക്ഷീണം തോന്നി. അങ്ങനെ ഞാൻ പോയി കിടന്ന് ഉറങ്ങി. ഒരു അരമണിക്കൂർ മറ്റുമാണ് കിടന്നത്. സാധാരണ അങ്ങനെ ഞാൻ എന്നും ഉച്ചയ്ക്ക് ഉറങ്ങുന്നേ അല്ല. ഇന്ന് പക്ഷേ എന്തോ എനിക്ക് ചെറിയൊരു ക്ഷീണം പോലെ തോന്നി. അത് കഴിഞ്ഞിട്ട് നേരെ ഞങ്ങൾ ക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്ന വഴിയിലായിരുന്നു ഞാൻ പറഞ്ഞിട്ടുള്ള ക്ഷേത്രം. അപ്പോൾ അവിടെ ഉത്സവമൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ എല്ലാ ക്ഷേത്രങ്ങളിലും ഉത്സവം നടക്കുകയാണ്. മാത്രമല്ല ഇന്ന് വരലക്ഷ്മി പൂജയും കൂടെ ആയിരുന്നു കേട്ടോ. അപ്പോൾ ഭയങ്കര പ്രത്യേകതയുള്ള ദിവസമാണ് ഇന്ന്. തലേ ദിവസം തുടങ്ങിയ തേഴ്സ്ഡേ ആയിരുന്നു വരലക്ഷ്മി പൂജ, വരമഹാലക്ഷ്മി പൂജ എന്ന് പറയും. അങ്ങനെ വരലക്ഷ്മി പൂജയ്ക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ടുള്ള പൂജയും പ്രാർത്ഥനയും എല്ലാ ക്ഷേത്രങ്ങളിലും വിശേഷമാണ്. അപ്പോൾ രാവിലെ പോയെങ്കിൽ ഇതിനേക്കാളും രസമായിരുന്നേനെ. പക്ഷേ എനിക്കെപ്പോഴും രാത്രിയിലുള്ള യാത്രയാണ് ഇഷ്ടം. പ്രത്യേകിച്ച് നമ്മുടെ ചെന്നൈയിൽ രാത്രിയിലുള്ള യാത്ര എന്ന് പറയുന്നത് അതൊരു ഭയങ്കര രസമുള്ളൊരു കാര്യമാണ്. പിന്നെ വൈകുന്നേരം സമയത്ത് രാത്രിയിലെ ക്ഷേത്രങ്ങളിലെ ഒരു വൈബ് എന്ന് പറയുന്നത് ഒരു അടിപൊളിയാണ് കേട്ടോ. നാട്ടിലത്തെക്കാൾ എന്തോ ഒരു ഭയങ്കര ഒരു പ്രത്യേകത എനിക്ക് എപ്പോഴും തോന്നാറുണ്ട് ഇവിടുത്തെ ചെന്നൈയിൽ. അങ്ങനെ ഞങ്ങളിവിടെ വീടിനടുത്ത് തന്നെയുള്ളൊരു ക്ഷേത്രത്തിലാണ് വന്നിട്ടുള്ളത്. അങ്ങനെ ശിവക്ഷേത്രമാണ്. അങ്ങനെ ഇവിടേക്ക് വന്നു. ഇവിടെ വന്നപ്പോഴും നല്ല അടിപൊളി വൈബായിരുന്നു കേട്ടോ. നമ്മൾ ക്ഷേത്രത്തിൽ വരുമ്പോൾ നമുക്കറിയാമല്ലോ നമ്മുടെ മനസ്സൊക്കെ ഒന്ന് കാമായിട്ട് നമ്മൾ വല്ലാത്തൊരു ഇതിലായിരിക്കും. അപ്പോൾ ഈ ഒരു ക്ഷേത്രവും അങ്ങനെ ഒരു ഭയങ്കര ഒരു പ്രത്യേകതയുള്ളൊരു ക്ഷേത്രമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്.
പിന്നെ ഞാൻ പറഞ്ഞല്ലോ വരലക്ഷ്മി പൂജ ചെയ്തിട്ടുള്ള അതിൻ്റെ കുടമൊക്കെ ബാക്കി പൂജയൊക്കെ കഴിഞ്ഞതിന് ശേഷം കുടങ്ങൾ ഇങ്ങനെ നിരത്തി വെച്ചേക്കുന്നതാണ് ഈ കാണുന്നത്. വരലക്ഷ്മി പൂജ സാധാരണ എടുക്കുന്നത് സ്ത്രീകളാണ്, വീട്ടിലെ സ്ത്രീകളാണ് ചെയ്യുന്നത്. ഭർത്താവിൻ്റെ ആയുസ്സിനും ആരോഗ്യത്തിനും ദാമ്പത്യ ജീവിതം നല്ലതാവാനും കല്യാണം കഴിയാത്ത കുട്ടികൾക്ക് കല്യാണം നല്ല ഭർത്താവിനെ കിട്ടാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഒരു വരലക്ഷ്മി പൂജ ചെയ്യുന്നത്. അതിന് പ്രത്യേകം വ്രതാനുഷ്ഠാനങ്ങളൊക്കെ ഉണ്ട്. ഞാൻ ഇതുവരെയും ചെയ്തിട്ടൊന്നും ഇല്ല കേട്ടോ. അതിനെക്കുറിച്ച് എനിക്ക് അറിയില്ല കൂടുതലായിട്ട്. എൻ്റെ ഹസ്ബൻഡിൻ്റെ അമ്മയുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിട്ടുള്ളൊരു ആൻറ്റി ഉണ്ട്. ആ ആൻറ്റിയാണ് എനിക്ക് കഴിഞ്ഞ ദിവസം ഫോൺ ചെയ്തപ്പോഴത്തേക്ക് ഇതിനെക്കുറിച്ച് കൂടുതലായിട്ട് പറഞ്ഞു തന്നത് കേട്ടോ. ഇവിടെ തമിഴ്നാട്ടിൽ എല്ലാവരും ഈ ഒരു വരലക്ഷ്മി പൂജ വ്രതമൊക്കെ എടുത്ത് ചെയ്യാറുള്ളതാണ്. അപ്പോൾ നമ്മളും ഇതൊക്കെ ആദ്യമായിട്ട് കാണുകയും കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ ഒരു മലയാളി എന്നുള്ള നിലയ്ക്ക് എനിക്കും ഭയങ്കര ഒരു സന്തോഷമാണ്. എനിക്കിതിനെക്കുറിച്ച് അറിയാനും ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ നമ്മൾ ഈ ഒരു ക്ഷേത്രത്തിൽ വരുമ്പോൾ ഇവിടെ ഇങ്ങനെ ഒരുപാട് പ്രാവുകളുണ്ട്. പ്രാവിന് വേണ്ടിയിട്ട് അരി കൊടുക്കുന്ന ഒരു ഇതാണ് കണ്ടത്. അങ്ങനെ അരിയൊക്കെ വരുന്ന ആൾക്കാർക്ക് ഇതുപോലെ പ്രാവിന് വേണ്ടിയിട്ട് അരി വിതറി കൊടുക്കാനായിട്ട് പറ്റും. വെള്ളം വെച്ചിട്ടുണ്ട്, തിനയുണ്ട്, അങ്ങനെ കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അതൊക്കെ പകൽ വന്നെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരാമായിരുന്നു. ഇനി ഒരു ദിവസം ആവട്ടെ, വരുമ്പോൾ ഞാൻ എന്തായാലും കാണിച്ചു തരാം. പിന്നെ നാരങ്ങ വിളക്ക് വയ്ക്കാനും അതുപോലെ തന്നെ നെയ്യ് വിളക്ക് വയ്ക്കുന്നതിനും വേണ്ടിയിട്ടൊക്കെയാണ് ആ ഒരു സംഭവമൊക്കെ നമ്മൾ കണ്ടത്. ഇവിടെ ഒരു ആൽമരമുണ്ട്. ആൽമരത്തിൻ്റെ ചുവട്ടിൽ വന്ന് കുറച്ച് നേരം ഇരുന്നിട്ട് ഞങ്ങളിവിടെ കുറച്ച് നേരം ഏത് ക്ഷേത്രത്തിൽ പോയാലും കുറച്ച് നേരം ഞങ്ങളിവിടെ ഇരുന്നിട്ടേ പോകാറുള്ളൂ. അങ്ങനെ ഇരുന്ന് കുറച്ച് നേരം മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയതിന് ശേഷം എല്ലാവർക്കും വേണ്ടി പ്രാർത്ഥിച്ചിട്ടാണ് ഇവിടെ നിന്ന് ഇറങ്ങിയത്. അപ്പോൾ രാത്രി ഒരു 8:30 ആയപ്പോഴാണ് ഞങ്ങൾ ഇവിടെ നിന്ന് തിരിച്ചത്. അപ്പോൾ പോകുന്ന വഴിയിൽ തന്നെ നമുക്കിനി വെജിറ്റബിൾസും കൂടി മേടിച്ചിട്ടാണ് പോവേണ്ടത്. അപ്പോൾ നിങ്ങൾ കണ്ടോ, ആ ഒരു കടയിൽ നിന്നാണ് ഞാൻ നമ്മുടെ കൃഷ്ണൻ്റെ വിഗ്രഹം മേടിച്ചിട്ടുള്ളത് കേട്ടോ. കൃഷ്ണൻ്റെ കളിമൺ പ്രതിമകളൊക്കെ ഞങ്ങളുടെ പൂജാ റൂമിൽ ഇരിക്കുന്നില്ലേ, അത് മേടിച്ചിട്ടുള്ള കടയാണ്. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചതാണ്. ആരൊക്കെയോ ചോദിച്ചിട്ടുണ്ടായിരുന്നു എവിടെ നിന്നാണ് ഇത് മേടിച്ചതെന്ന്. അങ്ങനെ വരുന്ന വഴിയിൽ വെജിറ്റബിൾസ് ഒക്കെ മേടിച്ചു. അപ്പോൾ എന്തായാലും എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹൃദയം നിറഞ്ഞ പുതുവത്സര ആശംസകൾ നേരുന്നു. എല്ലാവർക്കും സമ്പത്തും സമൃദ്ധിയും ഐശ്വര്യമൊക്കെ ഉണ്ടാകട്ടെ, ജീവിതത്തിൽ എല്ലാവിധ ഉയർച്ചകളും ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഫാമിലിയിലുള്ള എല്ലാവർക്കും, ഈ വീഡിയോ കാണുന്ന എല്ലാവർക്കും നല്ലത് മാത്രം വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ. താങ്ക്സ് ഫോർ വാച്ചിങ്.